ഒരു വിസ്തീർണം വൈറ്റ് ഹൗസ് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ആശങ്കയ്ക്ക് അറുതി ഉണ്ടാവുന്നില്ല. അതിന് കാരണം എന്താണ്? ട്രംപ് വന്നതിന് ശേഷം ഒരു നിശ്ചയമില്ല ഒന്നിനും. ഇന്ന് പറയുന്നതല്ല നാളെ പറയുക, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുക. രാത്രിയും പകലും പോലുള്ള നിലപാട് മാറ്റങ്ങൾ പലയാവർക്കും നമ്മൾ കണ്ടതാണ് പല വിഷയങ്ങളിലും. എങ്ങനെയാണ് ഇപ്പോൾ ഒരുപക്ഷെ ആ വിസ നിയന്ത്രണം വരുന്നത്? ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ബസ് ബ്രെയിൻസിനാണല്ലോ അമേരിക്കയിലൊക്കെ പോവുക. അപ്പോൾ ആ ബ്രെയിൻ ഡ്രെയിൻ ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് പറഞ്ഞാലും അങ്ങോട്ടേക്ക് പോകുന്നവർക്കൊക്കെ ഇവിടെ അതേ തോതിലുള്ള നല്ല ജോലി ഉറപ്പിക്കുക എന്ന ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ടല്ലോ. എങ്ങനെയാണ് എൻ്റെ സാഹചര്യങ്ങളെ വിദേശകാര്യ മന്ത്രാലയം നോക്കിക്കാണുന്നത് അജീഷ്? ഈ സ്ഥിതിഗതികൾ വിദേശകാര്യ മന്ത്രാലയം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. പ്രധാനമായിട്ടും ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ പുതുതായിട്ട് ഓരോ വർഷം ഏതാണ്ട് 80,000 H-1B വിസകളാണ് അമേരിക്കയിലെ കമ്പനികൾ തന്നെ ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ ഏതാണ്ട് 71% കിട്ടുന്നത് ഇന്ത്യക്കാർക്കാണ്. വെറും 12% മാത്രമാണ് ചൈനീസിലെ ടെക്നോക്രാറ്റുകൾ അടക്കം കിട്ടുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്വാഭാവികമായിട്ടും ബാധിക്കുന്നത് ഇന്ത്യയിലെ ടെക്കുകൾ തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഉയർന്ന ശമ്പളം മോഹിച്ചാണ് അമേരിക്കയിലേക്ക് അവർ പോകുന്നത്. സ്വാഭാവികമായിട്ട് ഇത്തരക്കാരെ ഇനി റിക്രൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ കമ്പനികൾക്ക് ഭീമമായിട്ടുള്ള തുകകൾ കെട്ടിവെക്കേണ്ടി വരും. ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യൻ കമ്പനികളുമുണ്ട്, ഒപ്പം തന്നെ അമേരിക്കയിലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനികളുമുണ്ട്. ഏതാണ്ട് ഈ ഇൻഫോസിസ്, വിപ്രോ, LTI മൈൻഡ്രി പോലുള്ള ഇന്ത്യൻ ടെക് കമ്പനികൾക്കൊക്കെ തന്നെ ഇന്ന് അമേരിക്കയിലെ ഷെയർ മാർക്കറ്റിൽ വലിയ ഭീമമായ നഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം വാർഷികമായിട്ട് ഇതുപോലെ പുതിയ അപേക്ഷ നൽകിയ ആളുകളെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഭീമമായ തുക തന്നെ അവർക്ക് കെട്ടി വെക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് അമേരിക്കയിലെ ടെക് കമ്പനികൾക്കും വലിയ തോതിൽ ഈ പണം നഷ്ടമുണ്ടാകും. അതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നത് ആമസോൺ പോലുള്ള കമ്പനി. ആമസോൺ പ്രതിവർഷം ഏതാണ്ട് 10,000-ഓളം ആളുകളെയാണ് H-1B വിസ വഴി റിക്രൂട്ട് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഗൂഗിളും മൈക്രോസോഫ്റ്റ് അടക്കമുള്ള കമ്പനികളും ഈ പുറത്തുനിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം കമ്പനികളുടെ അറ്റാദായത്തെ പോലും ബാധിക്കുന്ന തരത്തിലാണ് ഈ വിസ പരിഷ്കരണം, ഈ നിയമത്തിൽ ഈ പരിഷ്കരണം വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ കമ്പനികളിലൊക്കെ തന്നെ വലിയ ആശങ്കയുണ്ട്. സ്വാഭാവികമായിട്ടും അമേരിക്കയിലേക്ക് പുതിയ ജീവിതം പടുത്തുയർത്താനായി മോഹിക്കുന്ന ഇന്ത്യക്കാർക്കും അടക്കം വലിയ തിരിച്ചടി തന്നെയാണ്. ഈ സ്ഥിതിഗതികളടക്കം ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. അടുത്ത 6ാം ഘട്ട ഇന്ത്യ-USA വ്യാപാര കരാറിന് മുന്നോടിയായിട്ടുള്ള 6ാം ഘട്ട ചർച്ച നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഡേറ്റ് തീരുമാനിച്ചില്ല. അതിന് മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഇവിടെ അമേരിക്കൻ വാണിജ്യ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് ഇന്ത്യയിലെത്തി ഇന്ത്യയിലെ സ്പെഷ്യൽ സെക്രട്ടറിയുമായിട്ട് ചർച്ച നടത്തിയത്. ഈ അടുത്ത ഘട്ട ചർച്ചയിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ഘട്ട ചർച്ചയിൽ ഇന്ത്യയുടെ ഈ വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോൾ H-1B വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ത്യ ഉന്നയിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ചിലർ ഈ സാങ്കേതിക വിദഗ്ധർ ഒപ്പം തന്നെ ഈ വിദേശകാര്യ വിദഗ്ധർ അടക്കം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന അമേരിക്കയുടെ നടപടി അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്നുള്ളൊരു നിരീക്ഷണം ചിലർ നടത്തുന്നുണ്ട്. കാരണം ഇന്ത്യ ഇനി അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഈ ഏറ്റവും നല്ല ടെക്നോക്രാറ്റുകൾ അടക്കമുള്ളവർ ഇന്ത്യയിൽ തന്നെ ജോലി കണ്ടെത്താൻ മടിക്കും. കാരണം എന്താണ്, $1,00,000 എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്ത്യൻ രൂപയിലോട്ട് നോക്കിയാൽ ലക്ഷക്കണക്കിന് രൂപയാണ്. അപ്പോൾ അതൊക്കെ കൊടുത്ത് പോകാൻ കഴിയുന്ന എത്രവരുണ്ട് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. തലതിരിഞ്ഞ നയങ്ങളാണ്. ഇപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, പല കാര്യങ്ങളും നമ്മൾ ആ തലതിരിഞ്ഞ നയങ്ങൾ കണ്ടതാണ്. അപ്പോൾ അത് പാവങ്ങൾ പരക്കം പായുക എന്ന് പറഞ്ഞാൽ ഈ കമ്പനികളൊക്കെ വളരെ പെട്ടെന്ന് ലീവ് കൊടുത്തവർ ലീവ് ക്യാൻസൽ ചെയ്ത് പെട്ടെന്ന് വാ എന്നൊക്കെ വിളിക്കുമ്പോഴേക്കും പ്രവാസികൾ പരക്കം പായുകയാണ്. ഈ വരാൻ പോകുന്ന ഇടുത്തി എന്താണോ എന്തോ, കാത്തിരിക്കാം. കാര്യം അമേരിക്ക ഭരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.